കേരളത്തിലെ ഏറ്റവും വലിയ ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 6.0. ലേൺവൈസിന്റെ അക്കാഡമിക്സ് ആൻഡ് റിസർച്ച് ടീം നേതൃത്വം നൽകുന്ന ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 6.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എയും അതുപോലെ തന്നെ മെഷീൻ ലേണിംഗ് അൽഗോരിതംസും യൂസ് ചെയ്തുകൊണ്ട് ഡീറ്റെയിൽ അനാലിസിസ് നടത്തി നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയിട്ടുള്ള PDF ഫയലുകൾ ലേൺവൈസ് ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിലെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ എത്രയും പെട്ടെന്ന് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. അവിടെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ 7592939616 എന്നതാണ്. സോ പരീക്ഷ എഴുതാൻ പോകുന്ന എല്ലാ ലേണേഴ്സിനും ജൂൺ 2026 അപ്പിയർ ചെയ്യുന്ന എല്ലാ ലേണേഴ്സിനും എന്റെ ഭാഗത്തുനിന്നും ലേൺവൈസിന്റെ ഭാഗത്തുനിന്നും എല്ലാവിധ ആശംസകളും. Hello everyone, IGNO Focus 6.0 IGNOയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആണ്. സോ BA പൊളിറ്റിക്കൽ സയൻസിന്റെ BPSC 101 പേപ്പറിന്റെ അനാലിസിസ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. സോ BPSC 101 പെർസ്പെക്ടീവ്സ് ഓൺ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ. സോ അതിന്റെ ടേം ആൻഡ് എക്സാമിനേഷൻ പ്രിപ്പറേഷന് വേണ്ടിയുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ അനാലിസിസ് ആണ്. സോ ജൂൺ 2022 തൊട്ട് ഡിസംബർ 2025 വരെയുള്ള ടേം ആൻഡ് എക്സാമിനേഷൻ സെഷൻസിന്റെ ബേസിലായിട്ടുള്ള, അതായത് 8 ടേം ആൻഡ് എക്സാമിനേഷൻ സെഷൻസിന്റെ ബേസിലായിട്ടായിരിക്കും ഈ ഒരു ഗൈഡ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അപ്പൊ എക്സാം പാറ്റേൺ ഏതാണ്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട ടോപ്പിക്സ് ഏതാണ്, പിന്നെ അതുപോലെ തന്നെ പ്രാക്ടീസ് ചെയ്യാനുള്ള കുറച്ച് പേപ്പേഴ്സ് ആൻഡ് ഓൾസോ സ്ട്രക്ചർഡ് ആൻസർ റൈറ്റിംഗ് ടൂൾ കിറ്റ്, ഇത്രയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പൊ ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നവരാണെങ്കിലും അല്ല എക്സാമിന് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യുവാണെങ്കിൽ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഗൈഡ് ആയിരിക്കും ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. സോ ടെൻഷൻ ഒന്നും ഇല്ലാതെ ജസ്റ്റ് സ്റ്റേ കാം ആൻഡ് സ്റ്റേ ഫോക്കസ്ഡ്. ആൻഡ് പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് ഒരു പ്രോസസ് ആണ്, അല്ലാതെ പാനിക് ചെയ്യേണ്ട ഒരു കാര്യമല്ല. സോ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് എന്ന്. അപ്പൊ ഫസ്റ്റില് നമ്മൾ നോക്കുന്ന കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഏത് പാത്വേ ആണ് ചൂസ് ചെയ്യാൻ പറ്റുന്നത്, നമ്മുടെ പ്രിപ്പറേഷന്റെ ടൈം അനുസരിച്ചിട്ട് ഏതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സ്യൂട്ടബിൾ ആയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. അപ്പൊ ആദ്യം എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ പാത്ത് എന്ന് പറയുന്നത് എല്ലാം കവർ ചെയ്യുന്ന രീതിയിലാണ്, എല്ലാ 17 യൂണിറ്റ്സും കവർ ചെയ്യുന്ന രീതിയിൽ എല്ലാത്തിലും ഒരു ഷോർട്ട് നോട്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്ത് വെക്കുന്നതിനെയാണ് ഇത് ടോപ്പർ എന്ന് പറയുന്നത്. അതിനകത്താണെങ്കിൽ കുറച്ചും കൂടെ ടൈം ഉണ്ടെങ്കിൽ മാത്രം ചെയ്യാൻ പറ്റിയ ഒരു കാര്യമാണ് അത്. രണ്ടാമത്തത് ഫോക്കസ്ഡ് എന്ന് പറയുമ്പോൾ ഈ ഹൈ ഈൽഡ് ടോപ്പിക്സ് ഒക്കെ നോക്കുന്നത്, മീൻസ് ഒരു ഫസ്റ്റ് ക്ലാസ് ഡിവിഷൻ വേണമെങ്കിൽ ഹൈ ഈൽഡ് ഫോക്കസ് ഒക്കെ നോക്കി ചെയ്യുന്നതാണ്. ആൻഡ് പാർട്ട് 3 എന്ന് പറയുന്നത് ക്രാഷ് കോഴ്സ്. അതെന്ന് പറഞ്ഞാൽ ടോപ്പ് 10 ക്വസ്റ്റ്യൻസ്, മീൻസ് ഒട്ടും ടൈം ഇല്ലെങ്കിൽ മാത്രം ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്തിരിക്കുന്ന ടോപ്പ് 10 ക്വസ്റ്റ്യൻസ് മാത്രം ഫോക്കസ് ചെയ്ത്, അതായത് ഗോൾഡൻ ക്വസ്റ്റ്യൻ ബാങ്കിൽ വരുന്ന ക്വസ്റ്റ്യൻസ് മാത്രം ഫോക്കസ് ചെയ്ത് ചെയ്യുന്നതാണ്. അത് മീൻസ് പാസ് ആവാൻ വേണ്ടി നമ്മൾ നോക്കുവാണെങ്കിൽ ഈ ക്രാഷ് കോഴ്സ് ചെയ്യാം. അല്ല ഫസ്റ്റ് ക്ലാസ് ഡിവിഷൻ ഒക്കെ വേണമെങ്കിൽ ഈ ഹൈ ഈൽഡ് ടോപ്പിക്സ് എല്ലാം തന്നെ കവർ ചെയ്യേണ്ട ആവശ്യമാണ്. ഇനി എക്സാം പാറ്റേൺ ക്വസ്റ്റ്യൻ പേപ്പർ സ്ട്രക്ചർ നോക്കുവാണെങ്കിൽ 100 മാർക്സ് ആണ് 3 അവർ എക്സാം. യൂഷ്വലി 8 ക്വസ്റ്റ്യൻ ആണ്, ഓരോ ക്വസ്റ്റിനും 20 മാർക്ക് വെച്ചിട്ട്. അപ്പൊ സെക്ഷൻ 1 and 2 എന്ന് പറഞ്ഞ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. കൂടുതലും ഡിസ്ക്രിപ്റ്റീവ് തിയററ്റിക്കൽ ക്വസ്റ്റ്യൻസ് ആണ്. ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ഒന്നും ഇതുവരെയും ഈ ഒരു 8 ടേം ആൻഡ് എക്സാമിനേഷന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ഒന്നും കാണാൻ പറ്റുന്നില്ല. പിന്നെ ഷോർട്ട് നോട്ട് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് 10+10 എന്നുള്ള ഒരു രീതിയിൽ രണ്ട് ക്വസ്റ്റ്യൻസ് തരും. അപ്പൊ അതിനനുസരിച്ചിട്ട് ആ ഒരു ക്വസ്റ്റ്യൻ തന്നെ 2 പാർട്ട് പോലെ 2 ക്വസ്റ്റ്യൻസ് തരുന്നതും ഡിസംബർ 2022 തൊട്ട് സ്ഥിരമായിട്ട് കാണാനും പറ്റുന്നുണ്ട്. എക്സാം പേപ്പർ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ 30% ക്വസ്റ്റ്യൻ വരുന്നത് ഫസ്റ്റ് ബ്ലോക്കിൽ നിന്നാണ്, കോൺസെപ്ച്വൽ ആൻഡ് ക്ലാസിക്കൽ. ദെൻ 26% വരുന്ന സോഷ്യൽ പെർസ്പെക്ടീവ്സ്. ദെൻ കണ്ടംപററി പെർസ്പെക്ടീവ്സിനാണ് പിന്നെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, 70% ക്വസ്റ്റ്യൻസ് അതിൽ നിന്നാണ്. പിന്നെ ബിഹേവിയറൽ ആൻഡ് സോഷ്യോ സൈക്കോളജിക്കലിനും പബ്ലിക് പോളിസി പെർസ്പെക്ടീവ്സിനും 13% ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഇനി നമുക്ക് നോക്കാനുള്ളത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ 30% ക്വസ്റ്റ്യൻസ് കോൺസെപ്റ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നതെന്ന് മനസ്സിലാക്കുക. മീൻസ് കോൺസെപ്ച്വൽ ആൻഡ് ക്ലാസിക്കൽ എന്നുള്ള ബ്ലോക്കിൽ നിന്നാണ്, ഫസ്റ്റ് ബ്ലോക്കിലാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. ഇനി ഹൈ ഈൽഡ് സിലബസ് മാപ്പിംഗ് നോക്കാം. അതായത് ഇപ്പം ഹൈ ഈൽഡ് എന്ന് പറയുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് ആയിട്ട് വന്ന ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് എക്സാമിന് പാസ് ആണെങ്കിൽ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം കവർ ചെയ്യുന്നത് മസ്റ്റ് ആയിരിക്കും. ഇനി മീഡിയം ഈൽഡ് എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻലി അപ്പിയർ ചെയ്യുന്നുണ്ട്, നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യണം എങ്കിൽ നമുക്ക് മീഡിയം ഈൽഡ് നോക്കാം. ലോ ഈൽഡ് എന്ന് പറയുമ്പോൾ എന്താന്ന് വെച്ചാൽ വളരെ റെയർ ആയിട്ട് അപ്പിയർ ചെയ്യാറുള്ളൂ, പക്ഷെ നമുക്ക് മൊത്തത്തിലൊരു ഓവറോൾ കോംപ്രിഹെൻസീവ് ആയിട്ട് പഠിക്കണം എന്നുണ്ടെങ്കിൽ ലോ ഈൽഡ് ടോപ്പിക്സും കവർ ചെയ്യാവുന്നതാണ്. സ്റ്റഡിയുടെ ടൈം അനുസരിച്ചിട്ടിരിക്കും നമ്മൾ ഈ ഓരോ ടോപ്പിക്സ്, ഓരോ സെഷനിലെ ടോപ്പിക്സ് കവർ ചെയ്യുന്നത്. ആൻഡ് സ്റ്റഡി ടൈം എടുക്കുകയാണെങ്കിൽ അതിൽ 50% ടൈം ഹൈ ഈൽഡ് ടോപ്പിക്സിന് കൊടുക്കാം, 30% ടൈം
മീഡിയം ഈൽഡിനും ആൻഡ് 20% ലോ ഈൽഡ് ടോപ്പിക്സിനും കൊടുക്കാൻ നോക്കുക. ഇനി ഓരോ ബ്ലോക്ക് ആയിട്ട് നോക്കുകയാണെങ്കിൽ ഓരോ യൂണിറ്റ് ഏതൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതെന്ന് നോക്കുമ്പോൾ ഫസ്റ്റ് യൂണിറ്റ് കോൺസെപ്റ്റ് ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ 6 തവണ ചോദിച്ചിട്ടുണ്ട്. ഈവൻ ഡിസംബർ 2025 ചോദിച്ചിട്ടുണ്ട്. സോ അതൊരു ഹൈ ഈൽഡ് ടോപ്പിക് ആണ്. ദെൻ സയന്റിഫിക് മാനേജ്മെന്റ് അപ്രോച്ച് 3 തവണയാണ് ചോദിച്ചേക്കുന്നത്. സോ അതൊരു മീഡിയം ഈൽഡ് ടോപ്പിക് ആണ്. ദെൻ അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെന്റ് അപ്രോച്ച് 5 തവണ ചോദിച്ചിട്ടുണ്ട് ആൻഡ് ബ്യൂറോക്രാറ്റിക് അപ്രോച്ച് 7 തവണ ചോദിച്ചിട്ടുണ്ട്. സോ ഇത് രണ്ടും ഒരു ഹൈ ഈൽഡ് ടോപ്പിക്കിൽ വരുന്നതാണ്. ദെൻ ഹ്യൂമൻ റിലേഷൻസ് അപ്രോച്ച് 3 തവണ ചോദിച്ചു. സോ ഒരു മീഡിയം ഈൽഡിൽ നമുക്ക് കാറ്റഗറൈസ് ചെയ്യാം. ഡിസിഷൻ മേക്കിംഗ് അപ്രോച്ച് 5 തവണ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എന്താണ് അത് ഹൈ ഈൽഡ് ടോപ്പിക് ആണ്. സിസ്റ്റംസ് ആൻഡ് സോഷ്യോ സൈക്കോളജിക്കൽ അപ്രോച്ചസ് 2 തവണ ചോദിച്ചിട്ടുള്ളൂ. അപ്പം എല്ലാം കവർ ചെയ്തിട്ട് ടൈം ഉണ്ടെങ്കിൽ കവർ ചെയ്യാവുന്നതാണ് ലോ ഈൽഡ് ടോപ്പിക്സ് എന്ന് പറയുന്നത്. സോ സിസ്റ്റംസ് ആൻഡ് സോഷ്യോ സൈക്കോളജിക്കൽ അപ്രോച്ചസ് അതിൽ വരുന്നതാണ്. ദെൻ പബ്ലിക് പോളിസി അപ്രോച്ച് 5 തവണ ചോദിച്ചിട്ടുണ്ട്. ഒരു ഹൈ ഈൽഡ് ടോപ്പിക് ആണ്. ദെൻ പോളിസി സയൻസ് അപ്രോച്ച് 4 തവണ, അതൊരു മീഡിയം ഈൽഡ് ടോപ്പിക് ആണ്. നെക്സ്റ്റ് യൂണിറ്റ് 10 എക്കോളജിക്കൽ അപ്രോച്ച് റിക്സ് FPD മോഡൽസ്, അത് 4 തവണ ചോദിച്ചിട്ടുണ്ട്. മീഡിയം ഈൽഡ് ടോപ്പിക്. ന്യൂ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ അപ്രോച്ച് 6 തവണ ചോദിച്ചു. സോ അതൊരു ഹൈ ഈൽഡ് ടോപ്പിക് ആണ്. ദെൻ പബ്ലിക് ചോയ്സ് അപ്രോച്ച്, പബ്ലിക് ഇൻട്രസ്റ്റ് അപ്രോച്ച്, ഇത് 4 തവണയാണ് ചോദിച്ചേക്കുന്നത്. ഇപ്പൊ 8 തവണത്തെ പേപ്പർ നോക്കുമ്പോൾ 4 തവണയാണ് ചോദിച്ചേക്കുന്നത്. സോ ഇത് രണ്ടും എന്താണ് ഒരു മീഡിയം ഈൽഡ് ടോപ്പിക്കിലേക്ക് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും. ന്യൂ പബ്ലിക് മാനേജ്മെന്റും മീഡിയം ഈൽഡ് ടോപ്പിക് ആണ്. 3 തവണയാണ് ചോദിച്ചേക്കുന്നത്. ഗുഡ് ഗവേണൻസ് അപ്രോച്ച് 4 തവണ, അതും ഒരു മീഡിയം ഈൽഡ് ടോപ്പിക് ആണ്. പോസ്റ്റ് മോഡേൺ അപ്രോച്ച് 3 തവണ ചോദിച്ചിട്ടുണ്ട്. അതും എന്താണ് മീഡിയം ഈൽഡ് ടോപ്പിക് ആണ്. ഫെമിനിസ്റ്റ് അപ്രോച്ച് 2 തവണയാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇതൊരു ലോ ഈൽഡ് ടോപ്പിക് ആയിട്ട് കാറ്റഗറൈസ് ചെയ്യാം. ഇതിൽ റെഡ് കാണിച്ചിരിക്കുന്ന കോളംസ് ഒക്കെയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഫോക്കസ് ചെയ്യുന്ന ടോപ്പിക്. അതിനുശേഷം യെല്ലോ കോളംസിലെ യൂണിറ്റ്സ് നോക്കുക. ദെൻ മാത്രം ഈ ഗ്രീൻ കളറിൽ നോക്കുക. ഇനി ടോപ്പ് 5 റിപ്പീറ്റഡ് എക്സാം ക്വസ്റ്റ്യൻ, നമുക്ക് ഒട്ടും ടൈം ഇല്ലെങ്കിൽ പോലും ഈ 5 ക്വസ്റ്റ്യൻസ് മൊത്തമായിട്ടും കവർ ചെയ്തിട്ട് തന്നെ പോകണം. സോ അങ്ങനെയുള്ള ടോപ്പ് 5 മോസ്റ്റ് റിപ്പീറ്റഡ് എക്സാം ടോപ്പിക്സ് ആണ്. ഒന്നാമത്തെ ബ്യൂറോക്രാറ്റിക് അപ്രോച്ച് 7 തവണയാണ് ചോദിച്ചേക്കുന്നത്. നെക്സ്റ്റ് ന്യൂ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് കോൺസെപ്റ്റ് ആൻഡ് നേച്ചർ ഓഫ് PA, ഇത് 6 തവണ വെച്ച് ചോദിച്ചിട്ടുണ്ട്. ദെൻ ഡിസിഷൻ മേക്കിംഗ് മോഡൽസ് അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെന്റ്, ഇത് 5 തവണയും ചോദിച്ചിട്ടുണ്ട്. സോ ഈ 5 ടോപ്പിക്സ് ആണ് ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് ആയിട്ട് വന്നിരിക്കുന്നത്. മോസ്റ്റ് റിപ്പീറ്റഡ് എക്സാം ടോപ്പിക്സ് എന്ന് പറയുന്നത് ഈ 5 അത് മസ്റ്റ് ആയിട്ട് കവർ ചെയ്തിരിക്കണം. ദെൻ ഗോൾഡൻ ക്വസ്റ്റ്യൻ ബാങ്കിലേക്ക് നോക്കാം, അതായത് ഹൈ പ്രോബിലിറ്റി ക്വസ്റ്റ്യൻസ്. ഇനി ഓരോന്നും വെച്ച് നോക്കുമ്പോൾ കോൺസെപ്റ്റ് ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ മോസ്റ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അതിൽ നോക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ദ മീനിങ്, നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, മോസ്റ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ദെൻ സയന്റിഫിക് മാനേജ്മെന്റ് അപ്രോച്ചിൽ പ്രിൻസിപ്പിൾസ് ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ് ചോദിച്ചിട്ടുണ്ട്. അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെന്റ് അപ്രോച്ച്, അതിനകത്ത് administrative management school has become a subject of appraisal or scrutiny by modern management thinkers. ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. അതിൽ കോമന്റ് ചെയ്യാനുള്ളൊരു എസ്സേ ക്വസ്റ്റ്യൻ ആണ്. വീട്ടിലിരുന്ന് ഡിഗ്രി PG പഠിക്കാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലെൻവൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക. നെക്സ്റ്റ് ബ്യൂറോക്രാറ്റിക് അപ്രോച്ച്, ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചേക്കുന്ന ടോപ്പിക് ആണ് ബ്യൂറോക്രാറ്റിക് അപ്രോച്ച്. അത് വെബറിന്റെ അനാലിസിസ്, വെബറാണ്, മാക്സ് വെബറാണ്. പുള്ളി ഒരു സോഷ്യോളജിസ്റ്റ് ആണ്, പൊളിറ്റിക്കൽ തിങ്കർ ആണ്. സോ പുള്ളിയാണ് ഈ ഒരു ബ്യൂറോക്രാറ്റിക് അപ്രോച്ചിനുള്ള ഒരു ബ്യൂറോക്രസി എന്ന് പറയുന്ന ഒരു സംഭവം കൊണ്ടുവന്നത്. സോ അതിന്റെ ബേസിൽ ഡിസ്ക്രൈബ് ദ നേച്ചർ ഓഫ് ബ്യൂറോക്രസി വിത്ത് സ്പെഷ്യൽ റെഫറൻസ് ടു മാക്സ് വെബേഴ്സ് പെർസ്പെക്ടീവ് ഓർ അനലൈസ് ദ പോസ്റ്റ് വെബേറിയൻ ബ്യൂറോക്രാറ്റിക് നറേറ്റീവ്സ്. Then human relations approach, അതിൽ explain the major achievements of Hawthorne experiments, write a brief note on human relation studies of Elton Mayo. Decision making approachൽ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. നോട്ട് ഓൺ ദ മോഡൽസ് ഓഫ് ഡിസിഷൻ മേക്കിംഗ് ആൻഡ് എക്സ്പ്ലെയിൻ ദ ഡിഫറെന്റ് മോഡൽസ് ഓഫ് ഡിസിഷൻ മേക്കിംഗ്. സിസ്റ്റംസ് ആൻഡ് സോഷ്യോ സൈക്കോളജിക്കൽ അപ്രോച്ചസിൽ ഡിസ്ക്രൈബ് മാസ്ലോസ് ഹൈറാർക്കി ഓഫ് നീഡ്സ് തിയറി, റൈറ്റ് എ നോട്ട് ഓൺ ഹെർസ്ബർഗ്സ് 2 factory theory. പബ്ലിക് പോളിസി അപ്രോച്ചിൽ ഒരു ക്വസ്റ്റ്യൻ ആണ്, അത് മോസ്റ്റ് റിപ്പീറ്റഡ് ആണ്. എക്സാമിൻ ദ നേച്ചർ ഓഫ് വ്യൂ പോയിന്റ്സ് ഓഫ് ദ പബ്ലിക് പോളിസി അപ്രോച്ച്. ഇനി പോളിസി സയൻസ് അപ്രോച്ചസിൽ ഡിസ്കസ് ഹാരോൾഡ് ഗ്ലാസ്വെൽസ് വിഷൻ ഓഫ് പോളിസി സയൻസ് ഓർ ന്യൂ ഡയറക്ഷൻസ് ആൻഡ് പെർസ്പെക്റ്റീവ്. എക്കോളജിക്കൽ അപ്രോച്ച് ഫ്രെഡറിക്സിന്റെ അതാണ്. അപ്പൊ അതിൽ ചോദിച്ചേക്കുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ FPD മോഡൽസ് നോക്കുന്നത്, അതാണ് എക്സ്പ്ലെയിൻ ദ ഫ്യൂസ്ഡ് പ്രിസ്മാറ്റിക് ഡിഫ്രാക്റ്റഡ് മോഡൽസ് ഓഫ് FW റിക്സ് ഫോർ ഡെവലപ്പിംഗ് സൊസൈറ്റീസ്. ഇനി പ്രെഡിക്റ്റീവ് പ്രാക്ടീസസ് ആണ്. 2 ഫുൾ മോക്ക് പേപ്പർ സെറ്റ്സ് ആണ്. ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളൂ ഇപ്പൊ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഈ ഒരു വീഡിയോയിൽ. സോ ഫസ്റ്റ് സെറ്റ് ചെയ്ത് നോക്കുവാണെങ്കിൽ സെക്ഷൻ 1 ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ്: examine the meaning, nature and scope of public administration and bring out its relationship with private administration. Second question, discuss Max Weber's ideal type of bureaucracy and evaluate the post-Weberian critics of it.
Third one, the principles of administrative management school are proverbs in the light of Simon's critique assess the relevance of the school today. Fourth question, write a short note in about 200 words each. First one, Chester Barnard on decision acceptance, and B, Herzberg's two-factor theory. Fifth one, explain Frederick's fused prismatic diffracted models and examine their relevance to Indian administration. Sixth one, the evolution of new public administration passes through several critical phases. Elaborate with reference to the Millennium Conference. Seventh one, discuss the characteristics of good governance and the challenges to its realization in developing countries. Eighth one, analyze the new right philosophy underpinning new public management reforms. ഇതാണ് ഫസ്റ്റ് വരുന്നത്. ഇനി സെറ്റ് ബിയിൽ നോക്കേണ്ട ക്വസ്റ്റ്യൻസ് നോക്കാം. ഒരു സർപ്രൈസ് സ്റ്റഡി പേപ്പർ പോലെ. ഇപ്പൊ ആദ്യം നമ്മൾ ഇത്രയും ക്വസ്റ്റ്യൻസ് കവർ ചെയ്യുന്നു. ഇനി അപ്പോൾ ഒരു സർപ്രൈസ് ആയിട്ട് നമുക്ക് അത്രയും കവർ ചെയ്ത് ഇത് കൊടുക്കാൻ ഇത് എഴുതാൻ പറ്റുമോ അങ്ങനെയൊക്കെ ഉള്ള രീതിയിൽ നമുക്ക് കൂടെ നോക്കാവുന്നതാണ്. സെക്കൻഡ് പേപ്പർ, discuss the principles and techniques of scientific management, comment on their contemporary relevance. Second question, examine the different models of decision making with special reference to Draw's optimal model. Third one, write a short note on Hawthorne studies and their contribution to the human relations approach. Fourth one, analyze the various viewpoints on the public policy approach and identify its limitations. Fifth one, examine the various approaches to public interest. How relevant is the concept for administrative action today? Sixth one, discuss Harold Laswell's vision of the policy sciences and the new directions in the approach. Seventh one, write short note in about 200 words each. First one, features of new public administration. Second one, parameters of gender in administration. Eighth one, discuss the factors responsible for the rise of the postmodern approach in public administration. സോ ഇത്രയാണ് മെയിൻ ആയിട്ട് വരുന്ന ഹൈ പ്രോബബിലിറ്റി ഉള്ള ക്വസ്റ്റ്യൻസ്. സോ അതെല്ലാം മസ്റ്റായിട്ടും കവർ ചെയ്യണം. ഇനി ആൻസർ റൈറ്റിംഗിൽ ഫോക്കസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു 500 to 600 വേർഡ്സ് ആയിരിക്കണം നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് 220 മാർക്ക് ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻസിൽ. അതിൽ ഇൻട്രൊഡക്ഷൻ, ബോഡി, കൺക്ലൂഷൻ. ഇൻട്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ ആദ്യം എന്താണ് ആ ഒരു കോൺസെപ്റ്റ്, എന്തിനാണ് നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ എഴുതുന്നത്, ആ ഒരു സ്കോപ്പ് ക്രിയേറ്റ് ചെയ്യേണ്ടത്, എന്താണ് ആ ടോപ്പിക്കിന്റെ ഇമ്പോർട്ടൻസ് എന്നുള്ള രീതിയിൽ ആ ഒരു സ്കോപ്പ് ക്രിയേറ്റ് ചെയ്യേണ്ടതാണ് ഇൻട്രൊഡക്ഷൻ. ബോഡി എന്ന് പറയുമ്പോൾ ഓരോ പോയിന്റിലും ചെറിയ എക്സ്പ്ലനേഷൻസ് വെച്ചിട്ട് ടോപ്പിക് സെന്റൻസും എക്സാമ്പിൾസും ഒക്കെ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് ഈ സെക്കൻഡ് പാരഗ്രാഫ്, അതായത് ബോഡിയിലായിരിക്കണം. ഇനി കൺക്ലൂഷനിലാണ് ഇതിന്റെ സിഗ്നിഫിക്കൻസ്, ഇത്രമാത്രം സിഗ്നിഫിക്കന്റ് ആണ് ഈ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ മോഡേൺ വേൾഡിൽ അല്ലെങ്കിൽ മോഡേൺ റെലവൻസ് എന്താണ് എന്നൊക്കെ പറഞ്ഞിട്ട് വേണം ഈ ഒരു ഏതൊരു എസ്സേ ആണെങ്കിലും ക്ലോസ് ചെയ്യാനായിട്ട്. ഇനി സ്ട്രക്ചറിങ് തിയറി ആൻഡ് ഡിസ്കഷൻ ആൻസേഴ്സ്. അപ്പൊ തിയറി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നതെങ്കിൽ എന്താണ് ആ തിയറി, ആരാണ്, എന്താണ്, എന്തിനാണ് ഇത് പറഞ്ഞിരിക്കുന്നത് എന്ന് പറയണം. പിന്നെ അതിന്റെ ഏറ്റവും കോർ കമ്പോണൻസ് എന്താണ്, അത് പ്രാക്ടിക്കലി എങ്ങനെ അപ്ലൈ ചെയ്യാം, ആൻഡ് എന്തെങ്കിലും ലിമിറ്റേഷൻ ഉണ്ടോ, വിമർശനങ്ങൾ പറഞ്ഞിട്ടുണ്ടോ, ആ കാര്യങ്ങളൊക്കെ പറയാം. ആൻഡ് ഓൾസോ ഇനി വരുന്ന റിലേറ്റഡ് തിയറീസിലും അല്ലെങ്കിൽ മോഡേൺ തിയറീസിലും മോഡേൺ പ്രാക്ടീസിലൊക്കെ അത് എങ്ങനെ കണക്ട് ചെയ്യും, ഇത്രയായിരിക്കണം ഒരു തിയറി ബേസ്ഡ് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നമ്മൾ ആൻസർ ചെയ്യേണ്ട പാറ്റേൺ. ഇനി ഡിസ്കസ് വേഴ്സസ് എക്സ്പ്ലെയിൻ ക്വസ്റ്റ്യൻ വരും. ഡിസ്കസ് എന്ന് പറയുമ്പോൾ നമ്മൾ ബാലൻസ്ഡ് അനാലിസിസ് ആയിരിക്കണം, ഒന്ന് ഡീപ്പ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ അല്ല വേണ്ടത്. എല്ലാ രീതിയിലുള്ള ഇപ്പൊ മൾട്ടിപ്പിൾ പെർസ്പെക്റ്റീവിന്റെ ഗുണങ്ങളും ദോഷങ്ങളും എല്ലാം വെച്ചിട്ട് വേണം എഴുതാനായിട്ട്. ആൻഡ് ഡിസ്കസ് ആൻസേഴ്സിൽ നമ്മൾ ഗുണങ്ങൾ മാത്രം എഴുതി പോലെ അല്ലെങ്കിൽ അഡ്വാൻറ്റേജസ് മാത്രം അല്ലെങ്കിൽ ഡിസഡ്വാൻറ്റേജസ് മാത്രം എന്നും പറഞ്ഞിട്ട് ഒരെണ്ണം എക്സ്ട്രീം ആയിട്ട് കൊടുക്കരുത്. ചിലപ്പോൾ ഒരു 2 നെഗറ്റീവ്സ് എഴുതിയിട്ട് ഒരു 7-8 പോയിന്റ്സ് പോസിറ്റീവ്സ് എഴുതുക, അങ്ങനെ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ കൊടുക്കാൻ പാടില്ല. ഇനി എക്സ്പ്ലെയിൻ എന്ന് പറയുമ്പോൾ ഡെപ്ത് ആൻഡ് ക്ലാരിറ്റി ആണ് ഫോക്കസ് ചെയ്യേണ്ടത്. ഓരോന്നിനും ഓരോ കമ്പോണൻസ് ആയിട്ട് ബ്രേക്ക് ചെയ്തിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. ഈ ടൈം മാനേജ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ആദ്യം ഒരു 5 minutes എടുത്തിട്ട് എല്ലാ ക്വസ്റ്റ്യൻസും വായിച്ചു നോക്കിയിട്ട് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ കോൺഫിഡന്റ് ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്നത് നോക്കുക. ആൻഡ് നെക്സ്റ്റ് 30 minutes ഓരോന്നും ഓരോ എസ്സേസ് ആയിട്ട് തുടങ്ങും, ഇൻട്രൊഡക്ഷൻ, ബോഡി, കൺക്ലൂഷൻ വെച്ചിട്ട്. ആൻഡ് ലാസ്റ്റ് അതെല്ലാം ഒന്ന് റിവ്യൂ ചെയ്ത് എന്തെങ്കിലും ക്ലാരിറ്റി കുറവുണ്ടോ, മിസ്സിംഗ് വേർഡ്സ് ഉണ്ടോ, കറക്ഷൻസ് ഉണ്ടോ എന്ന്. ആൻഡ് ലാസ്റ്റ് 15 minutes ഫൈനൽ റിവ്യൂവിനായിരിക്കണം. എന്തെങ്കിലും ചെറിയ കറക്ഷൻസ് ഉണ്ടെങ്കിൽ മാത്രം മാറ്റുക, അല്ലാതെ റീറൈറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്. ആൻഡ് ക്വാളിറ്റിക്ക് ആയിരിക്കണം ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ഒരു 400 വേർഡ് അല്ലെങ്കിൽ 500 വേർഡ് ആൻസർ 800 to 900 വേർഡ്സ് എഴുതിയിട്ട് ഒരു കാര്യമില്ല. നമ്മൾ എഴുതുന്ന ആൻസറിൽ എന്തുണ്ടായിരിക്കണം, എസൻസ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് കാര്യം. ഇനി ഫുൾ വർക്ക് ആൻസേഴ്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ ലേൺവൈസിൽ അവൈലബിൾ ആണ്. യു ക്യാൻ എൻറോൾ അറ്റ് ലേൺവൈസ്. യു ക്യാൻ കോൾ വാട്സ്ആപ്പ് അറ്റ് ദിസ് നമ്പർ. അതിനകത്ത് അങ്ങനെ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മോഡൽ ആൻസേഴ്സ് കിട്ടും. നമ്മളിപ്പോൾ സെറ്റ് ബി നോക്കിയല്ലോ, അതിന്റെ 2 സെറ്റിന്റെ ആൻസേഴ്സ് അവൈലബിൾ ആണ്. ആൻഡ് വിത്ത് ഓൾ ആൻസർ ബ്ലൂ പ്രിന്റ്സ് യു ക്യാൻ ഗെറ്റ് കംപ്ലീറ്റ് previous year question ultimate analysis booklet, then personalized guidance on answer presentation and exam strategy, and also access to additional high probability question bank. So full answer set കിട്ടും. Then
ബ്ലൂ പ്രിന്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും, ബുക്ക്ലെറ്റിന്റെ ഹൈ പ്രോബബിലിറ്റി ക്വസ്റ്റ്യൻസ് ആൻഡ് ഓൾസോ ആൻസർ റൈറ്റിംഗിൽ സ്ട്രക്ചർഡ് ഗൈഡൻസ്, മെന്റൽ സപ്പോർട്ട് കിട്ടുന്നതായിരിക്കും. ഒരു എക്സാമിന് മുന്നേ ഏതെങ്കിലും ഒരു ടോപ്പിക്കിൽ ഡൗട്ടോ ക്ലാരിറ്റി കുറവുണ്ടെങ്കിൽ മെന്റൽ സപ്പോർട്ട് കിട്ടുന്നതായിരിക്കും. ആൻഡ് ഓൾസോ ലേൺ വൈസ് ആൻഡ് അഡ്വാൻസ്ഡ് ലേണിംഗ് എക്കോസിസ്റ്റത്തിലോട്ടുള്ള ഒരു ആക്സസും കിട്ടുന്നതായിരിക്കും. സോ എങ്ങനെ ജോയിൻ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ യു കെൻ കോൾ ഓർ വാട്സ്ആപ്പ് അറ്റ് ദിസ് നമ്പർ. അവർ ടീം വിൽ ഗൈഡ് യു ത്രൂ എൻറോൾമെന്റ് ആൻഡ് ഹെൽപ്പ് യു പ്ലാൻ യുവർ preparation. So stay focused and stay cool while preparing. All the best for your German examination. Thank you. വീട്ടിലിരുന്ന് ഡിഗ്രി PG പഠിക്കാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺ വൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക.